തോട്ടം മേഖലയെ സംരക്ഷിക്കുന്നതിന് ഉദ്യോഗസ്ഥർ സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കണമെന്ന് ഇടതുമുന്നണി കൺവീനർ ടി.പി. രാമകൃഷ്ണൻ എം.എൽ.എ. തോട്ടം തൊഴിലാളി ഉടമകളുടെ സംഘടനയായ APKയുടെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. നിയമം വ്യാഖ്യാനിച്ച് തോട്ടം മേഖലയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം സംസ്ഥാന താൽപര്യത്തിനെതിരാണ്. തോട്ടമേഖലയെ സംരക്ഷിക്കുന്നതിന് അഖിലേന്ത്യാ തലത്തിൽ തോട്ടമുടമകളുടെ യോജിച്ച ശബ്ദമുയരണമെന്നും ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്നും എം.എൽ.എ. ആവശ്യപ്പെട്ടു. ഞാനൊരു കാര്യം ആദ്യമേ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, കേരളം തോട്ടം മേഖലയിൽ ഇന്ത്യയിൽ തന്നെ ഒന്നാമതും ആധിപത്യം പുലർത്തിയതുമായ സംസ്ഥാനമായിരുന്നു. എന്നാൽ ഇന്ന് പദവി കേരളത്തിനില്ല. അത് കേരളത്തിലെ പ്ലാന്റേഴ്സിന്റെ കുറവ് കൊണ്ട് വന്നുയർന്ന പ്രശ്നമല്ല. അവിടെയാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ വന്നു. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കേരളമാണ്. ഇപ്പോഴും കോട്ടയത്ത് തുടരുന്നുണ്ട്. അത് എത്ര നാളുകൾ എന്ന് മാത്രമേ ആലോചിക്കേണ്ടതുള്ളൂ. റബ്ബർ ബോർഡിന്റെ ഒരു പിന്തുണയും റബ്ബർ കൃഷിയുടെ വികാസത്തിനും കൃഷിക്കാരുടെ സംരക്ഷണത്തിനും പ്ലാന്റേഴ്സിന്റെ നിലനിൽപ്പിനും സഹായകരമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായ നിബന്ധനകളിൽ പരിധിക്കുള്ളിൽ നിന്ന് ഉദാരവൽക്കരണം സാധ്യമാക്കണമെന്ന് മുഖ്യ അതിഥിയായിരുന്ന വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് ചൂണ്ടിക്കാട്ടി. വിള സംബന്ധിച്ച തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം കർഷകന് വിട്ടുകൊടുക്കണം. മണ്ണിനും മനുഷ്യനും വിപണിക്കും അനുയോജ്യമായ വിള തിരഞ്ഞെടുക്കണം. മൂല്യവർദ്ധനവിലൂടെ മാത്രമേ ഉൽപാദന ചെലവ് മറികടക്കാൻ കഴിയൂ എന്നും ഹനീഷ് പറഞ്ഞു. ആഗോള വിപണിയിലെ ചാഞ്ചാട്ടവും ഉൽപാദന ചെലവ് വർദ്ധിച്ചതും കാലാവസ്ഥാ വ്യതിയാനമുയർത്തുന്ന ഭീഷണിയും തോട്ടമേഖലയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്നുവെന്നും APK ചെയർമാൻ പ്രിൻസ് തോമസ് ജോർജ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. തോട്ടം വൈവിധ്യവൽക്കരണ നയം രൂപീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രിൻസ് തോമസ് ജോർജ് ആവശ്യപ്പെട്ടു. കൊച്ചി കാസിനോ ഹോട്ടലിൽ നടന്ന അസോസിയേഷൻ ഓഫ് പ്ലാന്റേഴ്സ് ഓഫ് കേരള വാർഷിക പൊതുയോഗത്തിൽ ഉപാസി പ്രസിഡന്റ് K. മാത്യു എബ്രഹാം വിശിഷ്ടാതിഥിയായിരുന്നു. APK വൈസ് ചെയർമാൻ TR രാധാകൃഷ്ണൻ, സെക്രട്ടറി BK അജിത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.